ഇന്നലെ വൈകുന്നേരത്തെ ഒരു സംഭവം പറയാം. വൈകുന്നേരം ഞാനിങ്ങനെ നടന്നു വരികയാണ്. 7 മണി കഴിഞ്ഞ സമയമാണ്. അപ്പോൾ എല്ലാ ദിവസവും വീടിനടുത്തുള്ളൊരു കുട്ടി എൻ്റെ കൂടെ കാണും. എൻ്റെ കൂടെയാണ് തിരിച്ചു വരുന്നത്. അങ്ങോട്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവിടും. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാ വൈകുന്നേരം നിങ്ങൾ വെറുതെ വരുന്നത്, ഞാൻ ഏതായാലും ആ വഴിയല്ലേ, ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ വൈകുന്നേരം കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നലെ ആ കുട്ടി ഇല്ലായിരുന്നു. അപ്പം ഞാനിങ്ങനെ നടന്നു വരുന്നു. അപ്പം വേറെ പിള്ളേരെയൊക്കെ അപ്പം ക്ലാസ് കഴിഞ്ഞവരെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ 8ലാണോ എനിക്ക് കറക്റ്റ് അറിയില്ല ഏത് ക്ലാസ്സാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിന് തൊട്ട് അടുത്ത് തന്നെ ക്ലാസ്സാണ്. അപ്പോൾ ഈ കൊച്ചനെ 2-3 പേരുണ്ട്. സാറ് പഠിക്കാൻ കൊടുത്തിട്ട് അങ്ങോട്ട് മാറുമ്പോൾ എന്ന് വർത്താനം പറയും. അപ്പം നമുക്ക് ഈ സംസാരം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം നമ്മളെപ്പോഴും വഴക്ക് പറയും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിലൊരു കൊച്ചൻ എന്നെ ഇങ്ങനെ പാസ് ചെയ്തു. ടീച്ചറെ വരുന്നോ, അങ്ങോട്ടാക്കിയേക്കാം. ഞാൻ നോക്കിയപ്പം അവൻ്റെ സൈക്കിളിന് പുറകിലിരിക്കാനുള്ള സീറ്റില്ല, അതായത് ക്യാരിയറില്ല. ഞാൻ ചോദിച്ചു, നിൻ്റെ സൈക്കിളിന് പുറകിലിരിക്കാനില്ലല്ലോ, സ്ഥലമില്ലല്ലോ, പിന്നെ എങ്ങനെ? ഞാൻ ഫ്രണ്ടിലിരുത്താവുന്ന ടീച്ചറിനെ. അതും നമ്മുടെ ഇപ്പോഴത്തെ മോഡലെന്ന് പറയുമ്പോൾ ഫ്രണ്ടിലത്തെ ആ ഒരു കമ്പി ഇച്ചിരി ചരിഞ്ഞാണ് വരുന്നത്. അല്ല, നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നേരെയാണ് ഇരിക്കുന്നത്, ഫ്രണ്ടിലിരുന്ന് പോകാൻ പറ്റും. ഇപ്പോഴത്തെ വെച്ചാൽ ഇച്ചിരി ചരിവുണ്ട്. കാരണം ഗേൾസും ഈ ബോയ്സിനും സൈക്കിളാണൊക്കെ ഉപയോഗിക്കുന്നത് ഇപ്പം കൂടുതൽ. അപ്പോൾ എൻ്റെ അടുത്ത് പറയാണ്, ടീച്ചറിനെ ഫ്രണ്ടിലിരുത്താമെന്ന്. ഞാൻ പറഞ്ഞാൽ അത് കൊള്ളാം, നന്നായിട്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അവനെന്ത് തമാശയ്ക്ക് പറഞ്ഞതാണോ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ, അവൻ എന്ത് രീതിയിലാണോ അതങ്ങനെ എന്നോട് പറഞ്ഞത്, അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞു പോയതാണോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. നമുക്കങ്ങനെ ചിന്തിക്കാനല്ലേ പറ്റുള്ളൂ. അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. എന്തുവാന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ചു വന്ന ഒരു കാലഘട്ടത്തിലൊന്നും നമ്മളിങ്ങനൊന്നും ടീച്ചർമാരോടും പറയത്തില്ല. അപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളത് അപ്പോഴും ഞാനടുത്ത് സാറിനോട് ഇങ്ങനെ പറയണം. അപ്പം വേറൊരു കൊച്ചനുണ്ടായിരുന്നു, അത് ഇങ്ങനെ ക്ലാപ്പിൽ അലച്ചോണ്ടിരിക്കുന്ന കൊച്ചനെ. ഇവർ രണ്ടുപേരും ഇങ്ങനത്തെ ടൈപ്പാണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ എന്തോ ഒരു ഇതിന് കണ്ണെഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ണെഴുതിയിട്ട് അപ്പോൾ നമ്മൾ പകലെഴുതി കഴിഞ്ഞാൽ വൈകുന്നേരം മുഖം കഴിയല്ലോ, അതിൻ്റെ ഒരു എഫക്റ്റ് കണ്ണിൽ കാണും. അപ്പോൾ കൊച്ചൻ ടീച്ചർ കണ്ണെഴുതുന്നുണ്ട് കേട്ടോ. കാരണം കണ്ണെഴുതുമ്പോൾ കണ്ണിൻ്റെ അവിടെ ഭയങ്കര ഡാർക്കായിട്ടിരിക്കുന്നു, രാക്ഷസിയെ പോലെ ഉണ്ടെന്ന്. അല്ല, അതുകൊണ്ട് കണ്ണെഴുതണം. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പം എന്നിട്ട് ഞാനത് സാറിനോട് പറഞ്ഞു, സാറേ ഇങ്ങനെ ടീച്ചറെ അതേ ഒരു പ്രത്യേക ടൈപ്പ് സാധനമാണത്, ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കാണിക്കേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ് അവൻ്റെ ഇതിൽ. ഇച്ചിരി ഭയങ്കര വർത്തമാനമൊക്കെയാണ്, ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലാണ്. പക്ഷെ പറഞ്ഞൊക്കെ കേൾപ്പിക്കുന്നതൊക്കെ കാണാം പഠിച്ചിട്ട്. ശരി, ഞാൻ സാറിനോടൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇന്നലെ ഇങ്ങനെ പോയപ്പോൾ ഇവനിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അവനൊരു പൊട്ടനാണ് ഇങ്ങനെയൊക്കെ സാറ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ഞാൻ സാറിൻ്റെ അറിവിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് കുട്ടികളൊക്കെ ഇങ്ങനെയൊക്കെ നമ്മളോട് പറയുന്നത് എന്നറിയത്തില്ല. എനിക്ക് അവരെ പഠിപ്പിക്കേണ്ടതാണ്, എന്നോട് പറഞ്ഞതായിരുന്നു അവർക്കൂടെ ക്ലാസ് എടുക്കണം. പക്ഷേ എനിക്ക് ഈ കുട്ടികളെ വിട്ടിട്ട് അപ്പുറത്തോട്ട് പോകാൻ സമയമില്ല എനിക്ക്. അതുകൊണ്ട് ഞാനൊന്നും മൈൻഡ് ചെയ്യാനേ പോയിട്ടില്ല അത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കൊക്കെ ഇവർ ചോദിക്കും, ടീച്ചർ ഞങ്ങൾ ഏത് വിഷയം പഠിപ്പിക്കുന്നു? ഞാൻ പറഞ്ഞു, പഠിപ്പിക്കാം, സമയം കിട്ടുമ്പോൾ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു വിടും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളൊരു അനുഭവങ്ങൾ നമ്മൾ കേൾക്കുമ്പം അത് പ്രത്യേകിച്ചും അവനത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് അവനറിയാത്ത പ്രായമാണെന്നും എനിക്കറിയില്ല. പക്ഷെ എങ്കിലും ഫ്രണ്ടിലിരുത്തിക്കൊണ്ട് പോകാൻ ടീച്ചറിനെ എന്നൊക്കെ പറയുമ്പം അത് എന്താണ്, എവിടെയാണ് അവിടെ തെറ്റ് എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ അവൻ്റെ അമ്മയെ അങ്ങനെ ഇരുത്തിക്കൊണ്ട് പോയിട്ടുണ്ടാവാം, അങ്ങനെ നമുക്ക് പറയാം. ഒരിക്കലും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നത് ശരിയല്ലല്ലോ, പോസിറ്റീവ് മാത്രവും ചിന്തിക്കുന്നത് ശരിയല്ല. ഏതായാലും ഇങ്ങനൊരു കാര്യം ഉണ്ടായി, അപ്പോൾ അതൊന്ന് പറയണമെന്ന് തോന്നി. പിന്നുള്ളത്, ഇന്ന് വലിയ സന്തോഷമാണ്, നമ്മുടെ ശുഭാംശു തിരികെ ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. അത് കുറച്ച് ലൈവായിട്ടുണ്ടായിരുന്നു, കുറച്ച് നേരം കണ്ടു. അത് കടലിലേക്ക് വന്ന് പതിക്കുന്നതും അവർ പുറത്തേക്ക് ഇറങ്ങുന്നതും ഒക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ
ഭയങ്കര സന്തോഷം. എന്തായാലും 19 ദിവസത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ ഇത്രയും ദിവസം എത്ര പെട്ടെന്ന് ഈ 19 ദിവസം പോയത്. അപ്പോൾ പോയിട്ട് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ വന്നല്ലോ. ഇപ്പോൾ അവരുടെ വീട്ടുകാർക്കുള്ള ആ ഒരു സന്തോഷം എന്തായിരിക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതാണ്. അപ്പം നമുക്കങ്ങനെ ഒരു അഭിമാനമായി മാറി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആളുടെ ഒരു മനസ്സാണ് ആ ഒരു വിജയം എന്ന് പറയുന്നത് അല്ലേ. കാരണം എല്ലാവർക്കും ഒന്നും പറ്റത്തൊന്നുമില്ല, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നമ്മൾ പോകാൻ എത്ര പേര് തയ്യാറായാൽ തന്നെ നമ്മുടെ ശാരീരികവും മാനസികമായിട്ടുള്ള അവസ്ഥകൾ നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് അങ്ങനെ ഒരു നേട്ടം കൈവരിക്കാൻ പറ്റി. ഇല്ല, ലോകമുള്ളിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ പേര് അറിയപ്പെടും. PSC ടെസ്റ്റിന് വരെ ചോദിക്കും അല്ലേ. അപ്പോൾ അത്ര അധികം അദ്ദേഹം ലോകം കീഴടക്കി എന്ന് പറയാം. എന്തെല്ലാം കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാകും അല്ലേ ഇത്രയും ദിവസം. ഇനിയിപ്പോൾ എത്ര ദിവസം അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടാകും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം നല്ല ആയുസ്സോടെ ആരോഗ്യത്തോടു കൂടി ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. വലിയ സന്തോഷങ്ങൾ അല്ലേ നമ്മുടെ ഇന്ത്യക്കും സന്തോഷം. ഇപ്പോൾ ലൈവായിട്ടാകുമ്പോൾ ഇഷ്ടംപോലെ കമൻസ് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ഞാനതെല്ലാം ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. കുറേ നേരം കണ്ടപ്പം പേപ്പർ നോക്കാനുണ്ടായിരുന്നു. കുറച്ച് പേപ്പറൊക്കെ ഇങ്ങനെ നോക്കി പോവുകയാണ്. അപ്പോഴത്തേക്കും കുഞ്ഞെണ്ണിച്ച് ചിരിച്ച് കാണിച്ച് പിന്നെ ഞാനെല്ലാം മാറ്റി വെച്ചിരുന്നു. ഇപ്പം നാളെ രാവിലെ ക്ലാസ് ഉണ്ട്. പക്ഷേ എനിക്ക് പനിയുണ്ട്. ഇന്നലെ രാത്രി തൊട്ട് വൈകുന്നേരം തൊട്ട് പനിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഗുളികയൊക്കെ കഴിച്ചു. രാത്രിയായപ്പോൾ ഞാൻ പനിയെ ഓടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു. പക്ഷേ എനിക്ക് രാവിലെ ആയപ്പോൾ എനിക്ക് മനസ്സിലായി ക്ലാസ്സിന് പോയാൽ ശരിയാവില്ലെന്ന്. വൈകുന്നേരം ആയപ്പോൾ ഒന്ന് നന്നായിട്ട് കുറഞ്ഞു വന്നതാണ്. പക്ഷേ വൈകുന്നേരം ഞാൻ ചെന്നില്ലെങ്കിൽ സാറിന് ഒരുപാട് ബുദ്ധിമുട്ടാവും. കൊച്ചുപിള്ളേരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളടുത്ത് ഇപ്പോൾ ഒരു ആശ്വാസം ഉണ്ടല്ലോ, പോകാമെന്ന് വിചാരിച്ച് പോയി. പക്ഷേ പോയി അവിടെ ചെന്ന് സംസാരിച്ചതിൻ്റെയൊക്കെ ആയിരിക്കാം. എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പം. ഇനി ചൂട് കഞ്ഞിയൊക്കെ കുടിച്ച് മരുന്നൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നാളെ രാവിലെ ദൂരെയുള്ള ക്ലാസ് ഉണ്ട്. എന്താകുമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ. എന്തായാലും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ഇന്ന് ഒന്ന് ക്ലൂ കൊടുത്തേക്കണം. എനിക്കൊരു പനിയുണ്ട്, അത് കൂടുതലാകുവാണെങ്കിൽ വരാനുള്ള ഇതില്ല എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞു വെച്ചേക്കണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇന്നലെയാണെങ്കിലും ഞാൻ ഇവിടുത്തെ സാറിനോട് ഞാൻ മെസ്സേജ് അയച്ചു, സാറേ എനിക്ക് പനിയുണ്ട് എന്നറിയത്തില്ല രാവിലെയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഓണമെന്ന് നോക്കി. അപ്പം ബുദ്ധിമുട്ടാണ്. അപ്പം തന്നെ സാറേ ഞാൻ വരില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇനി എന്താണെന്നറിയത്തില്ല, നോക്കാം, മരുന്നത്ത് വെച്ച് കാണാം. നമുക്ക് ചില കാര്യങ്ങളൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടക്കണമെന്നില്ലല്ലോ. പിന്നെ തരണം ചെയ്യാനായിട്ട് മാക്സിമം പ്രയത്നിക്കുക എന്നുള്ളത്. ഇന്നലെ അതുകൊണ്ട് കുറച്ച് നേരം വന്നുള്ളൂ ലൈവിൽ. ഇന്നത്തെ കാര്യം എങ്ങനെയാണ്, ഇന്നലെ അപ്പം നെറ്റില്ലായിരുന്നു. ഇന്നിനി നെറ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല, നോക്കാം. ഓക്കെ. ഇന്നൊക്കെ നല്ല മഴയാണ്. ഇങ്ങനെ ഒരുമാതിരി ഉള്ള മഴ ഇങ്ങനെ പെയ്ത് തണുപ്പ് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുക. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഓക്കെ.